സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടന വൈകുന്നതിൽ വി ഡി സതീശന് കടുത്ത അതൃപ്തി. പ്രതിഷേധ സൂചകമായി കെപിസിസി സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ നിന്ന് സതീശൻ വിട്ടുനിന്നിരുന്നു. വി ഡി സതീശന്റെ സമീപനത്തിനെതിരെ പാർട്ടിയിലും അമർഷം ശക്തമാകുന്നുണ്ട്. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, സംസ്ഥാന കോൺഗ്രസിലെ പുനഃസംഘടന വൈകുന്നതിൽ വി ഡി സതീശന് കടുത്ത അതൃപ്തിയുണ്ട്. എന്തായാലും അതിന്റെ പ്രതിഷേധ സൂചകമായി കെപിസിസി സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ നിന്നും സതീശൻ വിട്ടുനിന്നിരുന്നു. സതീശന്റെ ഈ സമീപനത്തിനെതിരെയും പാർട്ടിയിലും അമർഷം ശക്തമാകുന്നുണ്ട്. വിവരങ്ങൾ സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകൾ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചർച്ചകൾക്ക് ഏതാണ്ട് 3 വർഷത്തെ പഴക്കമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പലപ്പോഴായി ഈ പുനഃസംഘടന വൈകിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വലിയ അമർഷമുണ്ട്. പ്രത്യേകിച്ച് കെ സുധാകരനെ മാറ്റി തനിക്ക് താല്പര്യമുള്ള അയാളെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന നിലവിൽ പാർലമെന്ററി പാർട്ടിയിലുള്ള ആ ഒരു മേധാവിത്വം അത് KPCCയിൽ കൊണ്ടുവരിക എന്നുള്ളൊരു നീക്കമാണ് വി ഡി സതീശൻ നടത്തുന്നത്. ഇതിൽ സതീശന് പിന്തുണയായി നേതാക്കളടക്കമുള്ളവരുണ്ട്. ഒരു ഭാഗം പഴയ പ്രമുഖരായിട്ടുള്ള നേതാക്കളും സതീശനൊപ്പമുണ്ട്. പക്ഷേ പുനഃസംഘടന വൈകുന്തോറും ഇതിൽ തിരിച്ചടി ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കാരണം സംസ്ഥാന കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് സമ്പൂർണ്ണ ആധിപത്യം നേടിയെടുക്കാനുള്ള ഒരു സതീശന്റെ ശ്രമങ്ങൾ നടക്കാത്തതാണ് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിക്കുന്നത്. ഈ പുനഃസംഘടനാ ചർച്ചകളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പലപ്പോഴും തന്റെ അതൃപ്തി അദ്ദേഹം ഹൈക്കമാൻഡിനെയൊക്കെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അപ്പോഴും ഹൈക്കമാൻഡ് ഇടപെടലിന് തയ്യാറാകാത്തതാണ് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിക്കുന്നത്. ഈ ഒരു പ്രതിഷേധ സ്വരത്തിന്റെ അല്ലെങ്കിൽ ഒരു പരസ്യ പ്രതിഷേധ നീക്കം അല്ലെങ്കിൽ അത്തരം ഒരു നിലപാട് അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ചേർന്ന KPCC യോഗത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് നടന്ന KPCC യോഗത്തിൽ ഭാരവാഹി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കാതെ പോയത്. അന്നേ ദിവസം തന്നെ നിയമസഭയുടെ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടന്ന 2 പരിപാടികളിൽ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തിരുന്നു. എന്നിരിക്കെയാണ് ഈ രീതിയിൽ DCC അധ്യക്ഷന്മാരും സംസ്ഥാനത്തെ പ്രമുഖരായിട്ടുള്ള KPCC കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കളും പങ്കെടുത്ത KPCC സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ നിന്ന് വി ഡി സതീശൻ വിട്ടുനിന്നത്. അതോടൊപ്പം തന്നെ ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷതാവിന്റെ 100ാം വാർഷിക ചടങ്ങുകളിലും വി ഡി സതീശൻ പങ്കെടുത്തിരുന്നില്ല. ഇത് വലിയ അതൃപ്തി അല്ലെങ്കിൽ സതീശന്റെ നീക്കങ്ങൾക്കെതിരെ വലിയ അമർഷവും KPCC നേതൃത്വത്തിലുണ്ട്. പ്രത്യേകിച്ച് കെ സുധാകരനുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ താനാണ് എന്ന തരത്തിലുള്ള അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനായിട്ട് കൂടി തനിക്ക് ആ ഒരു പരിഗണന അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു സമീപനമല്ല സതീശന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് സുധാകരന്റെ ഒരു പരാതി എന്ന് പറയുന്നത്. എന്തായാലും ഈ നേതാക്കന്മാർ തമ്മിലുള്ള ഈ വടംവലിയെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ചേരേണ്ടുന്ന രാഷ്ട്രീയകാര്യ സമിതി പോലും മാറ്റിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. നേതാക്കൾ തമ്മിൽ ഒരു ഏകോപനമില്ല എന്നുള്ളതും ഈ 2 പേരും പ്രത്യേകിച്ച് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ ഭൂപ്ലമ സതീശനും സുധാകരനും തമ്മിലുള്ള ഭൂപ്ലമ തർക്കത്തിന്റെയും പേരിൽ പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ KPCC അധ്യക്ഷൻ 2 തട്ടിലാണെന്നുള്ളതും ഒരു പരസ്യമായ രഹസ്യമായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന കോൺഗ്രസ് ഇത് സംബന്ധിച്ച വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം നടന്നിരുന്ന UDF യോഗത്തിൽ കെ സുധാകരൻ പങ്കെടുക്കാത്തതും കോൺഗ്രസിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണമെന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നേതാക്കൾ പല കോണിലാകുന്ന സാഹചര്യമുണ്ട്. പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. അപ്പോഴാണ് പ്രധാനപ്പെട്ട യോഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് സംസ്ഥാന ഭാരവാഹി യോഗവും രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയുമ്പോൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ട്. വയനാട് DCC ട്രഷറിയുടെ മകന്റെ ആത്മഹത്യ, ഒപ്പം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ, സർക്കാരിനെതിരെയുള്ള സമരപരിപാടികൾ, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട നിർണായകമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട യോഗങ്ങൾ പോലും ചേരാൻ കഴിയാത്ത നിലയിലേക്ക് സംസ്ഥാന കോൺഗ്രസിനെ തള്ളിവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഈ സതീശൻ സുധാകരൻ പോര് എത്തിയിട്ടുണ്ട് എന്നുള്ളത് പറയും. കാരണം സംസ്ഥാന സർക്കാരിനെതിരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു സമരത്തിന് പോലും കാര്യമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് പോലും പ്രതിപക്ഷത്തിന് കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷം പോകാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കോൺഗ്രസും UDFും ഒക്കെ വീഴാൻ നിലവിലത്തെ കാരണം KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഈ ചേരിപ്പോരാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങളും പാർട്ടിയിൽ സജീവമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ സുധാകരന്റെ ഒപ്പവും സതീശനൊപ്പവും നേതാക്കൾ 2 തട്ടായി മാറുന്ന ഒരു സാഹചര്യവും സംസ്ഥാന കോൺഗ്രസിൽ സജീവമായി തുടരുകയാണ്.